വെൽക്കം ടു ഓൺ ദി സ്പോട്ട്. ഇന്നത്തെ ഓൺ ദി സ്പോർട്സിൽ നിങ്ങളെ കാണാനും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും എത്തിയിരിക്കുന്നത് ആരായിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം ആരാണെന്ന്. ഒരു ക്ലൂ തരാം. ഗോർജിയസ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, സ്മാർട്ട് ആയിട്ടുള്ള രണ്ട് പെൺകുട്ടികളാണ്. വേറെ ആരുമല്ല, നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ഹാപ്പി വെഡ്ഡിങ് എന്നുള്ള ആ ചിത്രത്തിലൂടെ ഇപ്പം ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഹാപ്പി വെഡ്ഡിങ്ങിലെ രണ്ട് ആക്ട്രസസ് ആണ്. നമുക്ക് പരിചയപ്പെടാം അവരെ. വെൽക്കം ടു ഓൺ ദി സ്പോട്ട്. ഹായ്. അപ്പോൾ ഇത് നമ്മുടെ മറീന ആൻഡ് ദൃശ്യ. രണ്ടുപേരും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം ഹാപ്പി വെഡ്ഡിങ് എന്ന ആ കോമഡി എന്താ പറയുക, പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ട് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പടത്തിലെ അഭിനയിച്ചിരിക്കുന്ന രണ്ട് ആക്ട്രസസ് ആണ് ഇവർ രണ്ടുപേരും. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവരുടെ എക്സ്പീരിയൻസസ്, അതുപോലെ നമ്മളോട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഹാപ്പി വെഡ്ഡിങ്? ഹാപ്പി ആയിട്ട് തന്നെ ഹാപ്പി വെഡിങ് പോലെ തന്നെയായിരുന്നു. അത് ഇരിക്കുന്നുണ്ടല്ലോ മണവാട്ടി ഇവിടെ ആ ഒരു സന്തോഷത്തിലൊക്കെ അല്ലേ? അപ്പൊ എന്തായാലും നല്ല റിവ്യൂസ് ആണ് കിട്ടുന്നത്. കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതുപോലെ 2.5 hours പ്രേക്ഷകർ ബോറടിക്കാതെ കാണുന്ന ഒരു മൂവി എന്ന് നല്ല നല്ല റിപ്പോർട്ട്സ് ഒക്കെയാണ് കിട്ടുന്നത്. ഫാമിലി ക്രൗഡും തീർച്ചയായിട്ടും നമുക്ക് മൂവി കാണാൻ നമ്മൾ പോകുന്നത് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്, എല്ലാം മറന്നൊന്ന് എൻജോയ് ചെയ്യാനൊക്കെയാണ്. ആ ഒരു വർക്ക് നിങ്ങളുടെ മൂവി തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് കിട്ടിയ റിസൾട്ട്. അപ്പോൾ നിങ്ങളും ഹാപ്പിയാണ് അല്ലേ? ഒരുപാട്. പക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് കൂടുതൽ അറിയേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ മൂവി അല്ലെങ്കിൽ വേറെ എന്താണ്, പഠിക്കുകയാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കുറച്ചൊക്കെ ചോദിക്കാൻ പോകുന്നത്. ആൻഡ് ദെൻ വിൽ ഗോ ബാക്ക് ടു മൂവി. അപ്പോൾ ആദ്യം നമുക്ക് മെറീനയിൽ തുടങ്ങാം. കാരണം ആക്ടിങ് വൈസ് കുറച്ച് സീനിയർ ആണല്ലോ മെറീന ആദ്യം ചെയ്ത മൂവി മുംബൈ ടാക്സി. ഞാൻ മുംബൈ ടാക്സി എന്ന് പറഞ്ഞ മൂവി വർക്ക് ചെയ്തു. പിന്നെ അതുപോലെ ഹരം എന്ന് പറഞ്ഞൊരു മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹരത്തിലുണ്ടായിരുന്നു അല്ലേ? അതിൽ ഫഹദ്ക്കയുടെ ഫ്രണ്ടായിട്ട് നീരജ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ അമർ അക്ബറിൽ ചെയ്തു. അമർ അക്ബറിലെ ഇന്ദ്രജിത് സാറിന്റെ പേര് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തു. എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും മെറീന നന്നായിട്ട് നോട്ടീസബിൾ ആയിരുന്നു ആ ചെയ്ത എല്ലാത്തിലും അല്ലേ? ഒന്നാമത് ഹ്യൂമർ സൈഡുള്ള ഒരു റോൾ ആയതുകൊണ്ട് അത് നന്നായിട്ട് വന്നു, ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ കൂടുതൽ മോഡലിംഗ് ആണ്. ആദ്യമേ ഞാൻ മോഡലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ബ്രാൻഡ്സ് ചെയ്തിട്ടുണ്ട്, ഫ്രാൻസിസ് ആലുക്ക, സിന്ധുലേഖ, ധാത്രി ഒക്കെ. അങ്ങനെ. അപ്പോൾ ഒരു മോഡലിംഗ് രംഗത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ ആക്ടിങ് അത്ര ടഫ് ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല? ഇല്ല, ആക്ടിങ് ക്യാമറ ഫേസ് ചെയ്യാനുള്ള ക്യാമറ ഫിയർ ഒന്നുമില്ല. ഞാൻ ആദ്യം ഒരു പേജിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി. അപ്പൊ തന്നെ നമ്മുടെ സ്റ്റേജ് ഫിയർ, പിന്നെ നമുക്ക് ഗ്രൂമിംഗ് ഒക്കെ കിട്ടി വന്നതുകൊണ്ട് ക്യാമറ ഫിയർ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാം ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. ദൃശ്യ നാട്ടിലെവിടെയാ? ഞാൻ തൃശ്ശൂരിലാണ്. നമ്മുടെ മൂവി ഹാപ്പി വെഡിങ്ങും ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് ഒക്കെ തൃശ്ശൂർ തന്നെ ആയിരുന്നില്ലേ? തൃശ്ശൂർ, എറണാകുളം ആ ഒരു ഏരിയ ആയിട്ട്. എങ്ങനെയാണ് ഈ ഹാപ്പി വെഡിങ്ങിലേക്ക് എത്തിപ്പെട്ടത്? അത് ഭയങ്കര ഒരു ഇതാണ്, തീരെ എക്സ്പെക്ട് ചെയ്യാണ്ട് വന്നൊരു. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയല്ലേ? ഞാൻ ഇപ്പൊ പ്ലസ് ടുവിലേക്ക് ഇപ്പൊ പ്രൊമോട്ടായി. ഓക്കെ. ഞാൻ ഇങ്ങനെ ഓഡിഷൻ മുഖാന്തരം വന്നു. എൻ്റെ പിക്സ് ഒക്കെ കണ്ട് എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ഞാൻ അറിയാണ്ട് ഫോർവേഡ് ചെയ്തു. ഓക്കെ. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ദൃശ്യക്ക് എങ്ങനെയാ ചെറുപ്പത്തിൽ അഭിനയം താല്പര്യം? എനിക്ക് നല്ല താല്പര്യമായിരുന്നു. എൻ്റെ ഒരു പാഷനായിരുന്നു, ഒരു നടക്കാത്തൊരു ഡ്രീം പോലൊക്കെ ആയിരുന്നു എനിക്ക് ആക്ടിങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ. ചെറുപ്പം തൊട്ടിട്ട് എനിക്ക് സ്റ്റേജ് ഫിയർ അതൊക്കെ കുറച്ച് കുറവായിരുന്നു. എനിക്ക് ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്, മോണോ ആക്ട് അതൊക്കെ ചെയ്യും. അപ്പൊ ഒരു കൂട്ടത്തിൽ എനിക്ക് സ്റ്റേജ് ഫിയർ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ അതിൽ എത്തിപ്പെടുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരു സപ്പോർട്ടിന്റെ കുറച്ച് കുറവുണ്ട്. പാരന്റ്സ് അല്ല, വേറെ കുറച്ച് സപ്പോർട്ടിന്റെ ഒക്കെ ഒരു ലാഗ് ചെയ്യണ കാരണം എന്തായാലും കറക്റ്റ് ടൈമിൽ കറക്റ്റ് മൂവിയിൽ എത്തിപ്പെട്ടു. അതും ബ്ലെസ് ആയ പോലെ. തീർച്ചയായിട്ടും. പിന്നെ അത് സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. ഫസ്റ്റ് മൂവി തന്നെ സ്വന്തം നാട്ടില് ഷൂട്ടിംഗ് നടക്കുക, അത് ഒരുപാട് ദൃശ്യ എന്ന പേരിൽ തന്നെ, ദൃശ്യ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ വരാം. തീർച്ചയായിട്ടും ലക്കി ആയിട്ടുള്ള ഒരു ആക്ട്രസ് തന്നെയാണ് അല്ലേ ദൃശ്യ? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും ചിരിച്ചിരിച്ച് മരിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഒന്നാമത് എല്ലാം കോമഡി ആർട്ടിസ്റ്റ്, എല്ലാരും നല്ല ഭയങ്കര
ഫുൾ ഓൺ ദ സ്പോട്ട് ഒക്കെ വന്ന സംഭവങ്ങളായിരുന്നു. ഫുൾ ഫണ്ണി. നമുക്ക് ലൊക്കേഷൻ എറണാകുളം ആ ബേസ്ഡ് ആയിരുന്നു. ബസ് സീൻസ് ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് ടൈമിംഗ് ഒക്കെ കുറച്ച് ഒരു ഇതായിരുന്നു. വൈകിട്ട് 6 മണി തൊട്ടിട്ട് പുലർച്ചെ 6 മണി വരെയൊക്കെ രാവിലെ സൂര്യൻ തവണ ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു ബോറടിയോ അല്ലെങ്കിൽ ഉറക്കൊന്നും വന്നില്ല. ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രൗഡും ക്രൂസും ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അല്ലേ ബോറടി എന്താ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഉണ്ടായിരുന്നത് ഇവളുടെ കൂടെ ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് 6 days ബസ്സില് കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്ന 6 days 6 o'clock till morning 6 o'clock. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും. പക്ഷെ നമ്മൾ ഇവരെന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഓൺ ആക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതാണല്ലോ കൂടുതൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന ആ ഒരു സീക്വൻസ്. അത് ശരിക്കും ഉള്ള ഒരു ബസ് തന്നെ നമ്മൾ ചെയ്തതാണോ അതോ ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മൾ എടുത്ത ഒരു, കാരണം അതിനകത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളാണ്. അത് ഹയർ ചെയ്ത ബസ്സിന്. നിങ്ങൾ മൂവിയിൽ വരുന്നതിന് മുമ്പ് ഫ്രണ്ട്സ് ആണോ അതോ? അല്ല, ഞങ്ങൾ ഇവിടെ ഇത് വന്നതിന് ശേഷം സെറ്റിൽ വന്നു. ഭയങ്കര കമ്പനി ഒക്കെ ചെയ്താ ചേച്ചിനെ. അങ്ങനെയാണ്. മെറീന അതിനകത്ത് ഭയങ്കര ബോൾഡ് ഒക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. ബേസിക്കലി അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആണോ? എന്ത് ക്യാരക്ടർ കിട്ടിയാലും ഇപ്പൊ ബോൾഡ് ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ ലുക്ക് വൈസും എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റ് ആണ് മെറീന ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്ന ഹെയറിന്റെ ആണ് ആ കൂടുതൽ സ്പെഷ്യാലിറ്റി. ക്യാരക്ടർ തന്നെ എല്ലാം അതെ. അതുപോലെ ദൃശ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആൺകുട്ടികളുടെ ഒക്കെ മനസ്സിൽ എത്രത്തോളം മോഡേൺ ആയിട്ടുള്ള ഒരു ഫിയാൻസി ആണെങ്കിൽ പോലും ഫൈനലി അവർ എത്തിപ്പെടുന്നത് ഒരു നാടൻ അല്ലെ, ഇത്രയധികം മുടിയൊക്കെ ഒരു ശാലിനി സുന്ദരിയിലൊക്കെ ആയിരിക്കും. ദൃശ്യം എന്ത് പറയുന്നു അതിനെ കുറിച്ച് പലർക്കും പല കൺസെപ്റ്റ് ആവുമല്ലോ. ഇപ്പൊ ഹരിയുടെ കൺസെപ്റ്റിലൊരു കുട്ടി അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിപ്പോ പറ്റിയത്. ഇപ്പൊ വേറെ വല്ല കൺസെപ്റ്റ്സ് ആണെങ്കിൽ ഇപ്പൊ ചിലപ്പോ മോഡേൺ ആയിട്ടുള്ള അങ്ങനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അല്ലാതെ എനിക്ക് ഇന്ന കൺസെപ്റ്റ് അങ്ങനെയൊന്നുമില്ല. ഇല്ല. മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പാരന്റ്സിന്റെ റിലേറ്റീവ്സിന്റെ അതുപോലെ ഫ്രണ്ട്സിന്റെ ഒക്കെ റെസ്പോൺസും ഒക്കെ എന്താണ്? നല്ല റെസ്പോൺസ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെയും കൂടുതലാണ് നല്ല റിവ്യൂസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഹാപ്പി വെഡിങ് എന്നൊരു മൂവി ഞാനായാലും ചേച്ചിയായാലും എല്ലാവരും അത്ര വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. അത്ര സ്റ്റാർസിന്റെ കുറച്ചൊരു ഇത് കുറവുണ്ടെങ്കിലും പോലും അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല അതൊരു നെഗറ്റീവ് ആണ്. കാരണം ശരത്തിന്റെയും അതുപോലെ സിജുവിന്റെയും ഒക്കെ കോമഡി നാച്ചുറൽ ആയിട്ടുള്ള ടോക്സ് കൊണ്ട് തന്നെ മൂവി ഭയങ്കര റിച്ച് ആണ്. നാച്ചുറൽ ആക്ടിങ്. അതെ, ഓൺ ദി സ്പോട്ട് അവര് ഡബിംഗും നന്നായി ചെയ്തിട്ടുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ സൗബിൻ അറിയാലോ, പിന്നെ മൂവിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അല്ലേ തീർച്ചയായിട്ടും ഭയങ്കര ഒരു റിച്ച് ആണ്. ഒന്നിന്റെ ഒരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പാട്ട് സീനൊക്കെ ചെയ്യുമ്പം എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു ബസ്സിനകത്തൊരു പാട്ട് സീൻ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. പിന്നെ ദൃശ്യക്ക് സിംഗിൾ ആയിട്ടുള്ളൊരു ഒരു റൊമാൻറ്റിക് ഇതുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അതൊക്കെ? നമ്മൾ സാധാരണ ഫസ്റ്റ് ആയിട്ട് മൂവിയിൽ വരുന്ന സമയത്ത് നമ്മൾ സിനിമകൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ നമുക്ക്, പാട്ട് ഡാൻസ് ചെയ്യുന്നതും ഹീറോയുടെ കൂടെ നടന്നു പോകുന്നതൊക്കെ. ദൃശ്യ ഫ്രഷറായിട്ട് വന്ന് അങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷോട്ട് എന്തായിരുന്നു? ഫസ്റ്റ് ഷോട്ട് എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഫോണൊക്കെ നോക്കി സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിനത്ര വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഭയങ്കര ഈസിയായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ. അമ്മർക്ക് എനിക്ക് അതിനനുസരിച്ച് ഞാൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല എങ്ങനെയാ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്. ഞാൻ ക്യാമറയുടെ മുന്നിലൊക്കെ സെൽഫി എടുക്കാൻ മാത്രം നിന്നിട്ടുള്ളൂ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സ്റ്റേജ് ഫിയർ എനിക്കില്ല, പക്ഷെ എന്നാലും ക്യാമറയുടെ മുന്നിലൊക്കെ ഒരു ബിഗ് സ്ക്രീനിലൊക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒമർക്ക് എന്റെ കംഫർട്ടബിൾ നോക്കിയിട്ട് തന്നെ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള സീൻസ് എനിക്ക് ആദ്യം തന്നു. അപ്പൊ എന്നെ കംഫർട്ടബിൾ ആക്കി ഒമർക്ക് അവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇഷ്ടംപോലെ ഹെൽപ്പ് ഒക്കെ തന്നിട്ടുണ്ടോ? ഞങ്ങള് ഷെഡ്യൂൾ വൈസ് ആയിരുന്നു ചെയ്യുക. അതായത് എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ പറയും ഞാൻ ഉറങ്ങാ, ഷൂട്ട് തുടങ്ങുമ്പോൾ നീ വിളിച്ചോ. എനിക്ക് ഉറക്കം വരുമ്പോൾ ഇവിടെ ഉറക്കം ഞാൻ വിളിക്കും. ഇങ്ങനെയായിരുന്നു. അതെ, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. മറീന തൃശ്ശൂരാണ്? അല്ല, ഞാൻ ശരിക്കും കോഴിക്കോടുകാരിയാണ്. എന്റെ സ്ഥലം വെള്ളിമാട് എന്നാണ്. ഞാൻ അവിടെ സെറ്റിൽഡ് ആണ്. ഷൂട്ട് ഉണ്ടാകുമ്പോൾ ഇവിടേക്ക് വരും.